നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു വാഹനം പേടി കൂടാതെ ഓടിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ റോഡിൽ കൂടെ തന്നെ ഓടിച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പേടി കൂടാതെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ ആദ്യമേ കയറിയുന്ന സീറ്റ് ബെൽറ്റ് വിട്ട് പല കാര്യങ്ങളും ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോഴും അതുപോലെ സീറ്റ് കാണുമ്പോഴെല്ലാം പേടി ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ് അവരുടെ കൈ കൊണ്ടും കാലം കൊണ്ടും ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ആദ്യമേ കയറുന്ന സീറ്റ് ബെൽറ്റ് ഇടാതെ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ ചവിട്ടണം. ചെല്ലേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കാലും കൈയും എത്തുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ബ്രേക്കിലൊക്കെ ചവിട്ടിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലച്ചൊക്കെ ചവിട്ടി ഒക്കെ നോക്കണം കൃത്യമായിട്ട്. സീറ്റ് ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ചാരും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് അവിടെ മാത്രം കൊണ്ട് ആവുന്നില്ല. ചാരും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ന്യൂട്രാണോ നോക്കണം. ന്യൂട്രായി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഒരു കാരണവശാലും ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം പലപ്പോഴും നമുക്കൊരു വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട് റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈ ഓഫായി കഴിയുമ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി നിൽക്കും, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾ എന്തായാലും ഈ ഓഫായി പോകാനുള്ള കാരണം എന്താ, ഗിയറിലായതുകൊണ്ടാണ്. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റോഡിലൊക്കെ ഓഫായി കഴിയുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എടുക്കാനേ നിങ്ങൾ നോക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഗിയറിന്റെ കാര്യം ഒന്നും ഓർക്കുകയില്ല. കാരണം വരുന്ന ഗിയർ ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്നില്ല ഓഫ് ആയപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ക്ലച്ച് ബ്രേക്ക് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് വണ്ടി ബാക്കി വരുന്ന വണ്ടി ഓൺ അടിക്കുന്ന പെട്ടെന്ന് എടുക്കാൻ നോക്കും. എന്ത് ചെയ്യും, വണ്ടി ഓഫായി പോകും. അപ്പോൾ വീണ്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ആകുമ്പോൾ വണ്ടി പിന്നെ നിങ്ങൾ എടുക്കാൻ താമസിച്ച് വണ്ടി ഓഫ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ബാക്കി വരുന്ന വണ്ടി പിന്നെ ഓൺ അടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വെപ്രാളമാകും. പിന്നെ കൈ കൊണ്ടാണോ ചെയ്യേണ്ടത് കാലം കൊണ്ടാണോ ചെയ്യേണ്ടത് യാതൊരു പിടി കിട്ടാതെ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രാക്കിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പം പെട്ടെന്ന് ഒരു വണ്ടി റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫായി പോയെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ന്യൂട്രാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു വണ്ടി ഓൺ അടിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ബ്രേക്കിൽ മാറി ക്ലച്ചിൽ മാറി വണ്ടി എടുക്കാൻ നോക്കിയാൽ വണ്ടി മുൻപോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും, ഗിയർ ഇടാത്തതുകൊണ്ടാണ്. അത് ഇടും, ഫസ്റ്റ് ഗിയർ തന്നെ ഇടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കൂട്ടിരിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഓർമ്മപ്പെടുത്തണ്ട. ഫസ്റ്റ് ഗിയർ ഇടുന്ന ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് തന്നെ അറിയാം ഗിയർ വീഴാത്തതുകൊണ്ടാണെന്നുള്ളത്. എന്തായാലും ന്യൂട്രൽ കിടക്കുന്ന വണ്ടി ക്ലച്ച് കാലത്താലും ഓഫ് ആകത്തില്ല. അതുകൊണ്ട് ന്യൂട്രാക്കി വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, 2 സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് തിരിക്കരുത്. അതിനകത്ത് കുറച്ച് ലൈറ്റുകളൊക്കെ വരും. അതിൽ 1-2 ലൈറ്റ് ഇട്ട് കെട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, വീണ്ടും നിങ്ങൾ തിരിക്കാവൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 സൈഡിലെ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ വാഹനവും ഒരുപോലെ ബേസ് മോഡൽ വണ്ടി ആണോ എന്നില്ല, ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടാകും. അപ്പൊ ബേസ് മോഡൽ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇതുപോലെ കയറിയിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് വിട്ട് മിററോടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേ സമയത്ത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകാനാവില്ല. അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും കയറി ഇരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് ഇടരുത്. കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല, ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ, കാരണം ഞാൻ ഈ കാണിച്ച സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടി തന്നെയാണ്. നിങ്ങൾ ഇന്നൊന്ന് കയറി ഇരുന്ന് നോക്കിയിട്ട് എനിക്ക് അതിനകത്ത് കയറി ഇരിക്കാൻ തന്നെ, ഞാൻ ഓടിച്ചില്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അല്ല, ഇന്നോലൊക്കെ ചെയ്തപ്പോൾ ശരിയാണ്, എന്റെ കൈ കൊണ്ടും കാലം കൊണ്ടും ഞാൻ ഇന്നതൊക്കെ ചെയ്തപ്പോൾ എന്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടി ഒന്ന് സ്റ്റാർട്ടായി. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ആ വണ്ടിയെ നോക്കിയിരിക്കാനല്ല, അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ദയവായിട്ട് ആ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്നൊരു കോൺഫിഡൻസ് കിട്ടി, ശരിയാണ് ആ പറഞ്ഞതല്ല. കാരണം വണ്ടി ഓടിക്കുന്ന സ്റ്റിയറിംഗും ഗിയറും ക്ലച്ചും ബ്രേക്കും ആസെറ്റ് കൊണ്ടാണ്. എന്റെ വണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ എന്നോട് പറഞ്ഞ രീതിയിൽ തന്നെ ഞാനും അതിലൊന്ന് കയറി ഇരുന്ന് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ആഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മിറർ അഡ്ജസ്റ്റ് ചെയ്തു, സീറ്റ് ബെൽറ്റ് വിട്ടു. അതിനുശേഷം നമ്മൾ ക്ലച്ച് കൊട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ മറന്നു പോകരുത്. ഹാൻഡ് ബ്രേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വേണം വാഹനം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും ഒരു വണ്ടി, ഇപ്പൊ നമുക്ക് ആർപ്പുറത്ത് കിടക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു വണ്ടിയും വരാനില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്താൽ മതി. ആ സമയത്ത് നമ്മൾ എപ്പോഴും ഇവിടെ നല്ല എടുക്കുന്നത് നമ്മൾ റോഡിൽ നിന്നാണ്. അപ്പൊ റോഡിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കിടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ സൈഡിൽ കൂടെ തന്നെ ചേർന്നേ വരത്തുള്ളൂ. റൈറ്റ് സൈഡിൽ കൂടെ അല്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വായിക്കുന്ന വണ്ടി വരും. അപ്പൊ നമ്മൾ മിററിൽ നോക്കി എടുത്തില്ല എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്കും ഈ വീൽ എങ്ങനെ തിരിഞ്ഞ് കിടക്കണോ നേരെ കിടക്കണോ എന്ന് പലർക്കും അറിയത്തില്ല. ചിലപ്പോൾ തിരിഞ്ഞ് കിടക്കുമായിരിക്കും. നിങ്ങൾ എത്രയും കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് എടുത്ത് സംഭവിക്കും, വണ്ടി തട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. മിററിൽ നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാവും. ബ്രേക്കിൽ നിന്ന് പതിയെ കാലത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ച് ഒന്ന് മെല്ലെ എടുക്കാം. ഇത് കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ച് ഒന്ന് മെല്ലെ എടുത്തു. അപ്പൊ നിങ്ങൾ ക്ലച്ച് എന്നൊക്കെ എടുത്തുകൊണ്ട് ഓടരുത്. കാരണം നമുക്ക് വീടിന്റെ എവിടെയൊക്കെയാണെന്ന് സ്പേസ് കുറവാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ ക്ലച്ചിൽ നിന്ന് കൂടുതലായിട്ട് മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് എന്താ വണ്ടി സ്പീഡിൽ പോകുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ നോക്കി വേണം ഇറങ്ങാൻ. നമുക്ക് 2 സൈഡിലും
ഷോൾഡർ ചേച്ചി നോക്കുക കാണത്തക്ക പോലെ. കാണുന്നില്ലെങ്കിൽ വണ്ടി എന്താ ഇതുപോലെ തന്നെ ഇങ്ങ് എടുക്കുക. നമുക്ക് റൈറ്റോട്ട് പോകണം. ഇപ്പൊ ഒരു വണ്ടി വരുന്നോണ്ടായിരിക്കും ആള് നിർത്തിയത്. ഇപ്പൊ നോക്കാം വണ്ടി ഉണ്ടെന്ന്. ആ വണ്ടി ഉണ്ടായിരുന്നു കണ്ടില്ലേ. ഇപ്പൊ ആള് നോക്കിയപ്പോ വണ്ടി കാണുന്നില്ല. വീണ്ടും എന്ത് ചെയ്തു, വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പതിയെ നമുക്ക് പോകേണ്ടത് നമുക്ക് റൈറ്റോട്ടാണ്. അവിടെ നിന്ന് ഒരു വണ്ടി ഉണ്ടാകാൻ നിർത്തിയത്. അപ്പൊ അവിടെയും വണ്ടിയില്ല ഇവിടെയും വണ്ടിയില്ലെന്ന് ഉറപ്പ് നമ്മൾ വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവും, എടുക്കാവും. അപ്പൊ നിങ്ങൾ എടുത്തോണ്ട് പോകുന്ന സമയത്ത് ഒന്നും എടുത്തോണ്ട് ഓടരുത്. ഒരു കാരണവശാലും നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്പീഡിൽ എടുത്തോണ്ട് ഓടരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേടികൾ ഉണ്ടാകാനുള്ള കാരണം. കണ്ടോ, ഞാനിപ്പോ ഇവിടുന്ന് ആളവിടെ കൊണ്ട് സൈഡ് ചേർത്ത് നിർത്തി ഞാൻ ഇവിടുന്ന് നടന്നു പോവുകയാണ്. ഞാനിത് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. അപ്പൊ നമുക്ക് ആ മെയിൻ റോഡിൽ ചെന്ന് ജംഗ്ഷനിൽ ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വീണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് റൈറ്റ് തിരിയേണ്ട റോഡാണ്. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. ചിലപ്പോൾ വണ്ടികളുണ്ടാകും, ചിലപ്പോൾ തിരക്കുകൾ ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്തൊക്കെയാണ് കാണിക്കുക, എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ എപ്പോഴും നമ്മൾ എഴുതണ്ട, വണ്ടി മിററി നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി വണ്ടി എടുത്തതിന് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, വെപ്രാളം തീർത്തിയും വെച്ച് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സ്പേസ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ. ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം നോക്കേണ്ട റൈറ്റ് സൈഡിൽ, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കുക. രണ്ട് സൈഡിലും വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ അത് എടുക്കാവൂ. ഇപ്പൊ റൈറ്റ് സൈഡിൽ വണ്ടിയില്ല, നമുക്ക് പതിയെ എടുക്കാം. ലെഫ്റ്റ് സൈഡിൽ പതിയെ നമുക്ക് വണ്ടി എടുത്തതിനനുസരിച്ച് പതിയെ തന്നെ എടുക്കുക. നമുക്ക് ക്ലച്ച് ഓടരുത്. ക്ലച്ച് എടുത്തുകൊണ്ട് ഓടാതെ തന്നെ പതിയെ എടുക്കുക. കണ്ടില്ലേ. അപ്പൊ നമുക്ക് അവിടെ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം എടുത്ത് മുന്നോട്ട് പോവാം. നിങ്ങൾക്കിപ്പോ ഒരു വണ്ടികൾ വരുന്ന കണ്ടുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ആ വണ്ടിയിലോട്ട് നോക്കി പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതായത് നിങ്ങളുടെ വണ്ടി ചെയ്യേണ്ട കാര്യം മറന്നു പോകും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. റൈറ്റിലോട്ട് പോകണം എന്ത് ചെയ്യണം, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, റൈറ്റിലോട്ട് ആക്കാവൂ. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ നമ്മൾ അവിടെ നിർത്തി കൊടുക്കുക. വണ്ടി ഇല്ലയോ മാത്രം എന്ത് ചെയ്യുക, അപ്പോൾ ഉള്ളിടത്ത് നോക്കി എടുക്കുക. കണ്ടില്ല, കൃത്യമായിട്ട് നമുക്ക് പോകേണ്ടിടത്ത് നമ്മൾ സൈഡിലോട്ട് എന്ത് ചെയ്തു, അവിടുത്തെ വണ്ടികൾ നമ്മൾ പതിയെ അപ്പൊ നമ്മൾ അവിടുത്തെ വണ്ടികൾ കണ്ടുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങളപ്പം ഈ തിരിയുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് ഒന്നും എന്ത് ചെയ്യരുത്, ക്ലച്ച് എടുത്തോണ്ട് ഓടരുത്. ഓടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എത്ര ജംഗ്ഷൻ വന്നാലും തിരക്കുകൾ വന്നാലും നമുക്ക് ലെഫ്റ്റ് ഇപ്പൊ റൈറ്റ് നമ്മൾ എടുത്തപ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് ലെഫ്റ്റോട്ട് വന്നു, വണ്ടികൾ വന്നു, നമ്മൾ സ്ലോ തന്നെ നിന്നു. നമ്മളല്ലാതെ വണ്ടിയെ കണ്ടുകൊണ്ട് പേടിച്ച് വെപ്രാളം പിടിച്ച് എന്ത് ചെയ്യരുത്, കൈ കൊണ്ടാണോ ചെയ്യേണ്ടത്, കാര്യം കൊണ്ടാണോ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയാതെ നിങ്ങൾ ഓടരുത്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. നമ്മുടെ ഭാഗത്തേക്ക് വന്നു നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത്. പിന്നെ പലർക്കും ഒരു ഇതുണ്ട്, 5 ഗിയർ പെട്ടെന്ന് ഉണ്ടാക്കി ഡ്രൈവർ ആകുന്നുള്ള രീതി എന്ത് ചെയ്യും, കയറിയിരിക്കുന്നത് വണ്ടി അനങ്ങുന്ന മുമ്പ് അടുത്ത ഗിയർ ഇടാൻ നമുക്ക് ഓടിക്കാൻ പറ്റും. നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ സ്പേസ് ഉണ്ട്, അങ്ങനെ മാത്രമേ നമ്മൾ ഗിയർ ഇടാവൂ. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആള് എന്ത് ചെയ്തു, അടുത്ത ഗിയർ കൊടുത്തു. കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഉള്ളതിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഗിയർ എടുക്കുക. ഇപ്പൊ നമുക്ക് ഉദാഹരണം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത ഗിയർ ഇല്ലെങ്കിൽ കഴിഞ്ഞില്ല, നിങ്ങൾ ഇടണ്ട, നിങ്ങൾ നിർത്തി വെക്കണ്ട. നിങ്ങൾക്കിപ്പം ഫസ്റ്റിന് സെക്കൻഡിൽ മാത്രമേ ഒന്ന് ഓടിച്ച് ഒരു കയ്യിലൊന്ന് ഇണങ്ങി കൃത്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ ഗിയറിലും രണ്ടാമത്തെ ഗിയറിലും 5ാമത്തെ ഗിയറിലും ഒരേ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ആ സ്പീഡിനനുസരിച്ച് നമ്മൾ ഗിയർ നിന്നിടുന്നത് മാത്രമേ. വണ്ടിക്ക് സ്പീഡ് കുറവാണ്, നമ്മൾ ഗിയർ ഇടണ്ട, നമുക്ക് സ്പീഡിൽ പോകണോ. കാരണം സ്പീഡിൽ പോകാനുള്ള കാരണം എന്താ, മുമ്പിൽ സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ്. നമുക്ക് മുൻപിലോട്ട് പോകാൻ സ്പേസ് കുറവാണ്, നമുക്ക് വളവുകളാണ്, കാണത്തില്ല, അല്ലെങ്കിൽ വണ്ടികളുണ്ട്, അല്ലെ ഓപ്പോസിറ്റും എപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് സ്പീഡിൽ പോകാൻ കഴിയത്തില്ല. നിങ്ങൾ ഗിയർ മാറണം, നിങ്ങൾക്ക് കഴിയുന്ന ഗിയറിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. നമുക്ക് അഥവാ സ്പേസ് ഉണ്ട്, അടുത്ത ഗിയർ കൊടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അല്ലാതെ ഗിയർ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഗിയർ മാറി വെപ്രാളം പിടിച്ചിട്ട് പിന്നെ ഈ വളവിനൊക്കെ ചെല്ലുമ്പോൾ പലരും എന്ത് ശ്രദ്ധിക്കും, റൈറ്റ് സൈഡിലോട്ട് നോക്കിയിരിക്കും. റൈറ്റ് സൈഡിൽ നിന്ന വണ്ടിയെ നോക്കി, കാരണം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അവരെ കാണും, നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരും. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ സ്പേസ് കുറഞ്ഞൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സൈഡ് കൃത്യമായിട്ട് പലർക്കും കിട്ടുന്നില്ല. എത്രത്തോളം ലെഫ്റ്റ് സൈഡ് ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ വണ്ടി വരുന്നു, റൈറ്റ് സൈഡിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആള് കറക്റ്റായിട്ട് അളവിനനുസരിച്ച് ആള് തന്നെ എന്ത് ചെയ്തു, വണ്ടി ജഡ്ജ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിഞ്ഞു. അപ്പൊ ലെഫ്റ്റ് സൈഡ് തട്ടും എന്നുള്ള പേടിയാണ് പലർക്കും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് എങ്ങനെയാണ് കൃത്യമായിട്ടെന്നുള്ളതിനെ പറ്റിയുള്ള വലിയ വീഡിയോ ഞാൻ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സെന്റർ ഭാഗം നോക്കി എല്ലാവരും ഓടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടാത്തത്. പലരും പിന്നെ ചോദിക്കും പിന്നെ സൈഡ് നോക്കണം എന്ന് ചോദിക്കും. അങ്ങനെയല്ല, പലരും പല മിസ്റ്റേക്കുകളാണ്. അതായത് ആളുടെ നീളത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ വ്യത്യാസം അനുസരിച്ചും മാറ്റങ്ങൾ വരാം. അപ്പൊ ആ മാറ്റം നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കും ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടാത്തത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മളൊരു വാഹനം തിരിക്കുകയാണ്, കണ്ടില്ല, നമ്മൾ ഈ സൈഡിൽ തന്നെ വന്നു, നമ്മൾ ഈ സൈഡിലോട്ട് വണ്ടിയുടെ ബാക്ക് ഇറക്കുകയാണ്, കണ്ട കൃത്യമായിട്ട് തന്നെ ആള് മിററിൽ നോക്കി
കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചിൽ നിന്നുകൊണ്ട് ഓടുകയേ ചെയ്യരുത്. കണ്ടോ, നമ്മളിപ്പോ ഈ വഴി കൂടി ഇങ്ങനെ എടുത്തിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ തിരിക്കുകയാണ്. കണ്ടോ, അല്ല കൃത്യമായിട്ട് തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രത്തോളം ബാക്കിലേക്ക് വരാമോ മിററിൽ തന്നെ നിങ്ങൾ നോക്കി തന്നെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കിലേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ചില വണ്ടിയിലെ സെൻസറിന്റെ സൗണ്ടുകൾ കേൾക്കാം. ആ സൗണ്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിർത്തുക, ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിററിൽ തന്നെ നോക്കിയാലേ എടുത്തുള്ളൂ ബാക്കി തട്ടുമോ ഇല്ലെന്നുള്ളത്. അപ്പൊ നിങ്ങൾ മിററിൽ കണ്ണു പോകാതെ തന്നെ വേണം എന്ത് ചെയ്യാൻ, റിവേഴ്സ് എടുക്കാൻ. എന്നിട്ട് നമുക്ക് എത്രത്തോളം വരുമോ അത്രത്തോളം വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ഫുൾ ഔട്ട് ഓടിക്കാവൂ. അല്ലാതെ സ്പേസ് ഉള്ള റോഡിലാണ് നമ്മൾ ഫുൾ ആയിട്ട് ഓടിച്ചാൽ എന്ത് ചെയ്യും, ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ വണ്ടി വരും. അപ്പൊ നമുക്ക് സ്പേസ് കുറവ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമേ ഓടിച്ചു. കാരണം വെച്ചാൽ ഒടിഞ്ഞു വരണം അതിന് വേണ്ടിയിട്ട്, കാരണം ഈ റോഡിലോട്ട് വരാൻ വേണ്ടിയിട്ട്. വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുക, നിങ്ങൾ വീല് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അതിന് കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വണ്ടി തിരിച്ചെടുക്കാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.